ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത ഹിന്ദുക്കളും വേണമെങ്കിൽ ക്രിസ്ത്യാനികളും ഈ വീഡിയോ കാണാതിരിക്കാം. അനിൽജി എന്നോട് ഈ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞതാണ് വേണമെങ്കിൽ ഇങ്ങനെ ഒരു തമ്പും ടൈറ്റിൽ കൊടുക്കാം. അതെന്താണ്, ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജീവിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ഇത് കാണരുത് എന്ന് പറയാൻ കാരണം എന്താ? കാരണം അത്രമാത്രം ഗതികേടിലേക്കാണ് കേരളത്തിലെ ഹിന്ദുക്കൾ പോകുന്നത് എന്നുള്ളതാണ്. ഒരു കാലത്ത് ഭാരതത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കാശ്മീർ ഭൂമിയിലെ സ്വർഗമെന്ന് നെഹ്റു ഒക്കെ വിശേഷിപ്പിച്ച സ്ഥലമാണ്. അവിടെ ഹിന്ദുക്കൾ സർവ്വവിധമായ അവകാശങ്ങളോട് സ്വാതന്ത്ര്യത്തോട് സുഖിമാന്മാരായി കഴിഞ്ഞിരുന്നു. പക്ഷേ ആ സുഖവും സന്തോഷമൊക്കെ 90കൾ അല്ലെ 80കളുടെ അവസാനമായപ്പോഴും തീർന്നു. കാരണം എന്താണ്? അവിടെ ഉണ്ടായ ജനസംഖ്യയിലുണ്ടായിട്ടുള്ള വ്യത്യാസമായിരുന്നു കാരണം. അവിടുത്തെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായ ദിവസം മുതൽ അവിടുത്തെ ഹിന്ദുവിൻ്റെ സർവ്വ സൗഭാഗ്യങ്ങളും ഇല്ലാതായി. ജീവൻ പോലും നഷ്ടപ്പെട്ടു. പെൺകുട്ടികളുടെ മാനം പോലും പോയി. ആപ്പിൾ തോട്ടങ്ങൾ ഉൾപ്പെടെ ഉള്ളതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഡൽഹിയിലെയും ബോംബെയിലെയും തിരുവോരങ്ങളിലേക്ക് ഇറങ്ങാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗമായി കാശ്മീരി ഹിന്ദു പണ്ഡിറ്റുകൾ മാറി. ആ ഒരു സാഹചര്യം കേരളത്തിലുമുണ്ട്. കേരളത്തിലുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കേരളത്തിലെ ഡെമോഗ്രാഫിക് പാറ്റേൺ അതാണ്. ഡെമോഗ്രഫി ഈസ് ഡെസ്റ്റിനി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന ആനുപാതികമല്ലാത്ത വ്യത്യാസങ്ങൾ നിമിത്തം ഹിന്ദുക്കൾ ഇന്നല്ലെങ്കിൽ ഒരു 10-15 വർഷക്കാലത്തിനുള്ളിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നോക്കൂ, കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും അടുത്ത 15 വർഷക്കാലത്തിനുള്ളിൽ. അത് കാശ്മീർ ഉദാഹരണമാണ്, കറാച്ചി ഉദാഹരണമാണ്. പാകിസ്ഥാനിൽ 1947 പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് മുമ്പ് 45-ലൊക്കെ തന്നെ കറാച്ചി ഏറ്റവും കൂടുതൽ ഹിന്ദു ബിസിനസ്സുകാരുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ്, ഒരു തുറമുഖ നഗരമായിരുന്നു. 47 മുസ്ലിങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാന് നെഹ്റുവും ഗാന്ധിയോട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് അവിടുത്തെ മുസ്ലിം അധിനിവേശം ഉണ്ടായതിനു ശേഷം അവിടുത്തെ ഹിന്ദുക്കളേ ഇല്ല. ഇങ്ങോട്ട് ഓടിപ്പോയതാണെങ്കിലും അവിടെ നിന്നവരും ഒക്കെ തന്നെ ഇല്ലാതായി മാറി. അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യയെ പറ്റി പഠിക്കുന്ന ഏത് ലേഖനവും നോക്കിയോളൂ, അവിടുത്തെ ഹിന്ദു എവിടെ പോയി? കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആധിപത്യം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞാൽ അവരുടെ ജനസംഖ്യാ വർധനവ് തന്നെയാണ്. ഞാൻ പറയാൻ കാര്യം കേരളത്തിലെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വ്യത്യാസം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മലപ്പുറം ജില്ലയെ വിഭജിക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ തന്ത്രശാലിയാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ജില്ലകൾ വിഭജിക്കുന്നതിനെ പറ്റി പഠിക്കാൻ സമിതിയെ. എല്ലാവർക്കും അറിയാം, ഏത് കൊച്ചുകുട്ടിക്കും അറിയാം എന്താണ് അതിൻ്റെ പിന്നിലെ അജണ്ട എന്ന് എല്ലാവർക്കും അറിയാം. അത് മലപ്പുറം ജില്ലയെ വിഭജിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്താണ് കാരണം പറഞ്ഞിരിക്കുന്നത്? മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്ന അസ്വാഭാവികമായിട്ടുള്ള ജനസംഖ്യാ വർധനവാണ് കാരണമായി പറഞ്ഞിരിക്കുന്നത്. 1969 ഈ മലപ്പുറം ജില്ല ഉണ്ടായത്. 71 അതിനുശേഷം സെൻസസ് നടന്നു. 71 സെൻസസ് നടന്നപ്പോൾ ഏകദേശം ഒരു 18 ലക്ഷത്തിനടുത്ത ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ 2011 അല്ലെങ്കിൽ ഈ വർഷത്തെ കണക്ക് ഏകദേശം അനൗപചാരികമായ കണക്ക്, സെൻസസ് ഇല്ല എങ്കിലും കേരളത്തിലെ ഈ ജനസംഖ്യയുടെ ജനനവും മരണവും കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നൊരു സംസ്ഥാനമാണ്. ഏകദേശം മലപ്പുറത്ത് വീട്ടിലൊക്കെ കുറേ പ്രസവം നടക്കുന്നുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. 45 ലക്ഷമായി ഈ 18 ലക്ഷം എന്നുള്ളത്. ഏകദേശം 153% ഗ്രോത്ത് റേറ്റാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ബർത്ത് റേറ്റ് ഉള്ള നടക്കുന്ന മലപ്പുറം ആണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അല്ല 153. ഞാൻ 2 ഉദാഹരണം ഒരു താരതമ്യത്തിന് പറഞ്ഞതാണ്. മലപ്പുറം ജില്ലയിൽ 1971 ഈ വർഷമായപ്പോഴേക്കുള്ള ഗ്രോത്ത് റേറ്റ് 153% അന്ന് തിരുവനന്തപുരം ജില്ലയുണ്ടല്ലോ, ഒരു ഹിന്ദു ഭൂരിപക്ഷ ജില്ലയെ നമുക്ക് വിശേഷിപ്പിക്കാം തിരുവനന്തപുരത്തിന്. തിരുവനന്തപുരത്ത് ഏകദേശം 21 ലക്ഷമായിരുന്നു 71 സെൻസസ് അനുസരിച്ച്. ഇപ്പോൾ അത് 35 ലക്ഷമേ ഉള്ളൂ. ഇത് പറയുമ്പോൾ ഈ ഇസ്ലാമിസ്റ്റുകൾ പൊതുവിൽ പറയുന്നൊരു മറുപടി ഉണ്ട്, അതിപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ കുട്ടികളുണ്ടാകുന്നു, നിങ്ങളിത് ചെയ്യാത്തത് ഞങ്ങളുടെ കുഴപ്പമാണ്. അത് ചോദിക്കാറുണ്ട്, സ്വാഭാവികമായിട്ട്. പക്ഷെ ഒരു ജനസംഖ്യ പോളിസി ഉണ്ടല്ലോ രാജ്യത്ത്, ഔദ്യോഗികമായി അച്ചടിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മൾ 2 നമുക്ക് 2 തുടങ്ങിയ ഒരു സന്ദേശങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ആ ജനസംഖ്യാ പോളിസി സാധാരണ ജനങ്ങളെല്ലാം തന്നെ അനുസരിക്കുന്നുണ്ട് ഏകദേശം. പക്ഷേ ഈ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനസംഖ്യ അനിയന്ത്രിതമായി കൂടുകയാണ് ഉണ്ടാകുന്നത്. ആ ഒരു പാറ്റേൺ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ നോക്കേണ്ടതുണ്ട്. ഏകദേശം കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 50% കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള 32 നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിൽ 32 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഏകദേശം 40-50% വരെ ജനസംഖ്യ മുസ്ലിം വോട്ടർമാരുള്ള 12 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. 44 ഏകദേശം 30-40% വരെയുള്ള ഏകദേശം ഒരു 12-13 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏകദേശം എത്രയായി? 10, 22, 12, 10 കൂടെ കൂട്ടുകയാണെങ്കിൽ
ഒരു 44 നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷ നിയമസഭാ മണ്ഡലങ്ങളാണ് ഇപ്പോഴത്തെ കണക്ക്. ഈ ഗ്രോത്ത് റേറ്റ് വർദ്ധിക്കുകയാണെങ്കിൽ അടുത്ത ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് ഈ 153% എന്ന റേറ്റിൽ കൂടുകയാണെങ്കിൽ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളുടെ പകുതിയിൽ കൂടുതലും മുസ്ലിം ഭൂരിപക്ഷ നിയമസഭാ മണ്ഡലങ്ങളാവും. ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ മലപ്പുറത്തിന് വിഭജിക്കണമെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ, കാരണം ജനസംഖ്യാ വർധനമാണ്. ഇങ്ങനെ കൂടുകയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ വീണ്ടും വിഭജിക്കണമെന്ന് പറയില്ലേ? ശരിയാണ്. അതുകൊണ്ടാണ് വിശ്വഹിന്ദു വർഷത്തിന് മുമ്പോട്ടൊരു ആശയം വെച്ചു, അത് വളരെ വ്യാപകമായി ചർച്ച ചെയ്തു. വികസനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മലബാർ മേഖലയ്ക്ക് എന്ത് വികസനം ഉണ്ടായിട്ടുണ്ട്? മലബാറിനെ കേന്ദ്രഭരണ പ്രദേശമാക്കുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ വികസനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. നേരത്തെ ഈ ചാനൽ തന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും മഹാഭൂരിപക്ഷവും വരുന്നത് മലബാർ മേഖലയിൽ നിന്നാണ്. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ മാസം കണ്ണൂർ ജില്ലയിലെ പരിപാടി ഒരു ഗ്രാമപ്രദേശത്ത് പോയപ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നി. ആ വഴികൾ കാണുമ്പോൾ ഗതാഗത സൗകര്യത്തിൻ്റെ കുറവ്, വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം പോകുന്നു. മലപ്പുറം ജില്ലയിൽ സീറ്റില്ലെന്നല്ലേ പറയുന്നത്. ആരോഗ്യരംഗത്ത് കണ്ണൂർ, കാസർഗോഡ് എല്ലായിടും അതേ അവസ്ഥ, അത്ര ദയനീയാവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട് ഈ മലബാർ മേഖലയ്ക്ക് അകത്തൊരു കേന്ദ്രഭരണ പ്രദേശം ഉണ്ടല്ലോ, മാഹിയുണ്ട്. ലക്ഷദ്വീപ് ഒരു കാലത്ത് മദ്രാസ് പ്രോവിൻസിന്റെ ഭാഗമായിരുന്ന മലബാറിന്റെ ഭാഗമായിരുന്നു ലക്ഷദ്വീപ്. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് മലബാർ എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം വരുന്നത് നല്ലത് തന്നെയാണ്. അല്ല, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഏത് പ്രദേശവും കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാം. ലഡാക്കിന്റെ കേസിലാണ് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 3 അനുസരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 അനുസരിച്ചുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും കേന്ദ്രഭരണ പ്രദേശമാക്കാം. വേണം, എനിക്ക് തോന്നുന്നു സാധ്യതയുണ്ട്. ബംഗാളിന് വേണേൽ 2 3 ആയിട്ട് വിഭജിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു അവസ്ഥ അവിടെ ഉണ്ട്. കേരളത്തിലും ഇതേ സമാന സാഹചര്യമുണ്ട്. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ സമകാലിക മലയാളം ഒരു സർവേ നടത്തി. അതിനകത്ത് വന്നിരിക്കുന്ന മഹാഭൂരിപക്ഷ അഭിപ്രായവും മലബാറിനെ കേന്ദ്രഭരണ പ്രദേശമാക്കണമെന്നാണ്. ഞാൻ അത് ഇട്ടുതരാം. മഹാഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞിരിക്കുന്നതാണ്. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എതിർപ്പ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാനിടയ്ക്ക് മാഹി പോയപ്പോൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കിയത് മാഹിയിൽ കേന്ദ്രഭരണ പ്രദേശമായതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. കള്ളു കുടിക്കേണ്ടവർക്ക് മദ്യത്തിന് വില കുറവാണ്, പെട്രോളിന് വില കുറവാണ്. പിന്നെ മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ ഒരുപാട് സ്കീമുകളുണ്ട്, ഡയറക്റ്റായിട്ട് കിട്ടും. വീട് വെക്കുന്നതിന് ധനസഹായം, ഈ പറയുന്ന ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഗ്രാമസഭ കൂടി രാഷ്ട്രീയക്കാരൻ്റെ പിന്നാലെ നടക്കണ്ട, ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ. സത്യത്തിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ആളുകളുടെ ജീവിതം മറ്റ് സംസ്ഥാനങ്ങളിലെ ജീവിതത്തെക്കാളും സുഖകര നിലവാരം കൂടുതലാണ്. ഇടത്തട്ടുകാരില്ല, രാഷ്ട്രീയക്കാരുടെ വലിയ സ്വാധീനമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനം വളരെ കൂടുതലായി വരുന്ന കാലഘട്ടമാണത്. താങ്കൾ ആദ്യം ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞ കാര്യം അതുകൊണ്ടാണ്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ കേരളത്തിൽ എന്ത് പഠിക്കണം, ഏതൊക്കെ ആഹാരം കഴിക്കണമെന്ന് പോലും തീരുമാനിക്കുന്ന ചില ശക്തികളായിരിക്കും. സർക്കാർ ഓഫീസിന് സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെ ആയിരിക്കണം, ഏത് സിലബസ് പഠിക്കണം കുട്ടികൾ, അല്ലെങ്കിൽ ഏത് യൂണിഫോം ധരിച്ചായിരിക്കണം സ്കൂളിലേക്ക് പോകേണ്ടത്, തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും. ഒരു പ്രത്യേകത ഇസ്ലാമിനുണ്ട്. അവർ ന്യൂനപക്ഷമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി സധൈര്യം പോരാടും. പക്ഷെ അവരെവിടെയെങ്കിലും ഭൂരിപക്ഷമായാൽ ന്യൂനപക്ഷത്തിന് ഒരു അവകാശവും ഉണ്ടാകില്ല. ആ പ്രദേശത്തിൽ ഇസ്ലാമിക നിയമമായിരിക്കും ഉണ്ടാവാൻ സാധ്യത, അത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ. ഇപ്പോൾ മലബാർ മേഖലയെ പറ്റിയൊക്കെ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വെള്ളാപ്പള്ളി ഏറ്റവും വെറുക്കപ്പെട്ടവനെ അദ്ദേഹം പറഞ്ഞ എന്താണ്? അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെയല്ല പറഞ്ഞിരിക്കുന്നത്, ലീഗിൻ്റെയൊക്കെ ചില നയങ്ങളെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ മലബാർ മേഖലയിൽ നമ്മളറിയാം, എന്തില്ലെന്ന് പറഞ്ഞാലും ഈ പെരുന്നാൾ സമയമാകുമ്പോൾ, അവരുടെ നൊയമ്പ് സമയമാകുമ്പോൾ ഹോട്ടലുകൾ തുറക്കുന്നതിനൊക്കെ നിയന്ത്രണമുണ്ട്. അല്ല, എനിക്കനുഭവമുണ്ട്. അതായത് നമ്മൾ പോയിട്ട് തുറന്നു വെച്ച കടയിൽ നിന്ന് കുപ്പിവെള്ളം ചോദിച്ചത് കിട്ടിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. അത് പിന്നെ ഈ ഇവർക്ക് ഭൂരിപക്ഷം കൂടെ ഉണ്ടാകുന്നൊരു കാലഘട്ടം ഉണ്ടായാൽ, ഇപ്പോൾ തന്നെ കേരള നിയമസഭ നമ്മൾ നോക്കും. കേരളം 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം 50-50 ആയി. കേരളത്തിലെ ഹിന്ദു നാമധാരികളായ MLA-മാരുടെ എണ്ണം ഏകദേശം 70, ഇസ്ലാമിക ക്രൈസ്തവ വിഭാഗത്തിലെ നിയമസഭാ സാമാജികരുടെ എണ്ണവും 70. അതെന്തായാലും മാറും, ആ കണക്ക് മാറും. അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ഹിന്ദുക്കൾ ജനസംഖ്യ അങ്ങ് കൂട്ടണം, ഹിന്ദുക്കൾ കൂട്ടണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഹിന്ദുക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, മതേതരത്വം ഉണ്ടാകുമോ, ഭാവിയിൽ സമാധാനം ഉണ്ടാകുമോ? ഈ ചോദ്യങ്ങൾ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ സാഹചര്യമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങ് പറഞ്ഞല്ലോ ഈ മലബാറിനെ കേന്ദ്രഭരണ പ്രദേശമാക്കണമെന്ന് പറഞ്ഞു. അത് വെറുതെ പറഞ്ഞാണോ, ആലോചിച്ച് ഉറപ്പിച്ച് VHPയുടെ ഒരു തീരുമാനമാണോ? VHPയുടെ ഔദ്യോഗികമായൊരു തീരുമാനമല്ല. ഞങ്ങൾ അനൗപചാരികമായ ചർച്ച ചെയ്യുകയും കേരളത്തിലെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെപ്പറ്റി അനൗപചാരികമായ ചർച്ചകളിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആശയമാണ്. അത് നമ്മൾ കേന്ദ്ര നേതൃത്വത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട്.
അത്തരത്തിലുള്ളൊരു പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. എന്താ ഔദ്യോഗികമായ ഒരു തീരുമാനമാക്കാത്ത എന്താ? ഔദ്യോഗികമായ തീരുമാനമാവും. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ തലങ്ങളിലുള്ള മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് വന്നുകൂടാഴുകയില്ല. ഒരു ജനാധിപത്യം അതിനകത്തും ഉണ്ടല്ലോ. ഇപ്പം ഞാൻ പറയുന്നത് മാത്രമല്ല, ബാക്കിയുള്ള ആൾക്കാരും ഇതേ ആശയങ്ങളിൽ അവർക്കും മനസ്സിലായതിനു ശേഷം ഒരു പ്രമേയ രൂപത്തിലൊക്കെ വന്നുകൂടാഴുകയില്ല, വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തീരുമാനം എടുക്കുകയാണെങ്കിൽ, സംഘടന തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ തയ്യാറാവും. തീർച്ചയായിട്ടും നമ്മളത് നോക്കേണ്ടത്. സുനിൽജി താങ്കൾ നോക്കൂ, ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഒത്തിരി പ്ലാറ്റ്ഫോമുകളിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. അതെ അതെ. അതിനകത്ത് വന്നു കിടക്കുന്ന കമൻറ്റുകളിലെ മഹാഭൂരിപക്ഷവും അത് വേണമെന്നാണ്, സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. കാരണം ഭാരതത്തിൻ്റെ ഏറ്റവും തന്ത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണ് ഇത്. ഞാൻ ചോദിച്ചിട്ട് ഇവിടുത്തെ ഇസ്ലാമിക ശക്തികൾ എന്താണ് ആവശ്യപ്പെടുന്നത്? കട്ടിങ് ദ സൗത്ത്, ഇന്ത്യ രാജ്യത്തെ രണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദക്ഷിണേന്ത്യയും എന്ന് വെച്ചാൽ ഒരു യഥാർത്ഥ ഭാരതവും ഒരു ഇന്ത്യയും വേണം. നമുക്കറിയാമല്ലോ, സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൊച്ചിയിൽ ഈ നഗരത്തിൽ അതിനുവേണ്ടിയുള്ള സെമിനാർ നടത്താൻ ശ്രമിച്ചു. ഉദ്ഘാടകനായ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വി ഡി സതീശനെയും വിളിച്ചിരുന്നു. പക്ഷേ എന്തൊക്കെയോ സാഹചര്യത്തിൽ ചില വിവാദം ഉണ്ടായപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അത് ഉത്തരവാദപ്പെട്ട മാധ്യമ സംഘടനകൾ, അതെ, കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ്, അവരുടെ നേതൃത്വത്തിലാണ് നടത്താൻ ശ്രമിച്ചത്. മീഡിയ അക്കാഡമി. അതാണ് കട്ടിങ് ദ സൗത്ത് ആണ്. അവർ പറഞ്ഞത് എന്താണ്? നമ്മൾ അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്, രാജ്യത്തിനെ ഭിന്നിപ്പിക്കണമെന്നല്ല പറഞ്ഞത്. മലബാറിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ളൊരു പാക്കേജ് ഉണ്ടാകണം, വികസനമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മലബാറിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. ജനസംഖ്യ കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങൾ വിലപേശി മേടിക്കുന്ന ഒരു കാലഘട്ടം അംഗീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഞാൻ ചോദിച്ചിട്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുമെന്നുള്ളതേ ഉള്ളൂ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ആൾ കൂടും, കളക്ടറേറ്റിൽ ആൾ കൂടും, ചെലവ് കൂടും. സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും കിട്ടത്തുമില്ല. എന്താണ്? ഒരു ഗുണവും പ്രത്യേകിച്ച് ഈ സംവിധാനം കൊണ്ടുണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞത് വീണ്ടും വിലപേശും. ഇപ്പം ഈ വർഷം ഈ മലബാറിനെ 3ആയിട്ട് വിഭജിക്കുന്നു. ഞാൻ പറഞ്ഞ ഗ്രോത്ത് റേറ്റിൽ കൂടുകയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ വീണ്ടും 3 ജില്ലയെന്ന് പറയില്ലേ? 3 ജില്ല വരുമ്പോൾ എന്താ ഗുണമെന്നറിയാമോ? ഒത്തിരി രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി കിട്ടും. കൺസ്യൂമർ കോടതികൾ, ജില്ലാ ഉപദേശക സമിതി, ആശുപത്രി വികസന സമിതി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, കുറേ സ്ഥാപനങ്ങൾ വരും, കുറേ സംവിധാനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്കൊന്നും പ്രയോജനമില്ല. ഇവർ പറയുന്നത് എന്താണ്? ഒരു വില്ലേജ് ഓഫീസിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു കളക്ടറേറ്റിൽ ഒരു കാര്യം സാധിക്കും. ഇപ്പോൾ ഓൺലൈനല്ലേ എല്ലാ കാര്യങ്ങളും. ഓൺലൈനായി കഴിഞ്ഞാൽ ഓഫീസ് കൂടുതൽ കാര്യമൊന്നുമില്ല. ഈ സംവിധാനം, ഇതിൻ്റെ പിന്നിലുള്ള അജണ്ടയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആ അജണ്ടയ്ക്കെതിരായിട്ടുള്ള പറച്ചിലാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മലബാറിനെ കേന്ദ്രഭരണ പ്രദേശമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യക്ഷമം. മലബാർ പണ്ട് ബ്രിട്ടീഷ് മലബാർ ആയിരുന്നു, കേരളത്തിന്റെ ഭാഗമായിരുന്നില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞു, ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള പ്രദേശം മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായ. ഞാൻ ഓർക്കുന്നത് കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് മലബാറിലാണ്. പി.ടി. ഭാസ്കര പണിക്കരാണ് അവിടെ അധികാരത്തിൽ വന്നത്. ഇത് ചരിത്രത്തിൽ പഠിക്കുന്നില്ല. മലബാർ പണ്ട് അങ്ങനെയായിരുന്നു, കേരളത്തിന്റെ ഭാഗമായിരുന്നില്ല. അതെ, കറക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ വളരെ അപകടകരമായ രീതിയിലുള്ള ഇസ്ലാമിക സ്വാധീനം കൂടി വരികയാണ്. അതുതന്നെയാണ് കേരളത്തിലെ നിയമസഭയിലെ ഇത്തവണത്തെ മന്ത്രിമാരുടെയൊക്കെ കാര്യം നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും. മതമാണ് ഞങ്ങൾക്ക് വലുതെന്ന് പറഞ്ഞ് കെ.എം. ഷാജി ഉൾപ്പെടെയുള്ള ആൾക്കാർ മന്ത്രിമാരായിട്ടിരിക്കുക. ആരോടും മമതയും പ്രീണനവും ഇല്ലാതെ സത്യപ്രതിജ്ഞ എന്നും പറഞ്ഞ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തവരാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 9 വർഷക്കാലം എന്നാണ് ഒരു വർഷം മുമ്പ് കെ.എം. ഷാജിയുടെ പ്രസംഗം. ഈ ഞങ്ങളെന്ന് ഉദ്ദേശിച്ച ആരാണ്? മുസ്ലിങ്ങൾ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എന്താണ്, ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലും അല്ലെങ്കിൽ ഉയർത്തിയൊരാശയമാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്നുള്ളത്. അതിൽ പേടിച്ചു പോയ വ്യക്തി ആരാ? രാഹുൽ ഗാന്ധി പെങ്ങളുമാണ് പേടിച്ചത്. അവർ രണ്ടും പേടിക്കാൻ കാര്യം, വയനാട് ഞങ്ങൾക്ക് ഇനിയും ജയിക്കാൻ ഒക്കത്തില്ല, ഇവർ പിന്തുണ പിൻവലിച്ചാൽ എന്നുള്ള അവർക്ക് കൃത്യം അറിയാം. വയനാട്ടിൽ ഇംഗ്ലീഷിൽ എഴുതിയ 4 പോസ്റ്റർ ഒട്ടിച്ചപ്പോൾ ഹൈക്കമാൻഡിന്റെ തീരുമാനം മാറി. അതെ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം വിലപേശിക്കൊണ്ട് എല്ലാ രംഗത്തും ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു കാലഘട്ടം വരും. ആ സമയത്ത് കേരളത്തിലെ ഹിന്ദുക്കൾ അപകടമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, പേടിപ്പിക്കുകയാണെന്നും പറഞ്ഞല്ല. പക്ഷേ മനസ്സിരുത്തി ചിന്തിക്കണം. അതെ. ഏതായാലും ഇത് നമ്മൾ ഈ മതേതരത്വം എന്ന് പറയുന്ന അസുഖം കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ. ഒരു വൺ വേ ട്രാഫിക്. ആ രോഗമുള്ള ഹിന്ദുവിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ നല്ല മരുന്ന് ആവശ്യമുണ്ട്. ചെറിയ കണക്കൂടുണ്ട്. ഈ അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ വോട്ടർമാരുടെ ഏകദേശം 20% ഒറ്റ വിഭാഗത്തിലെ ആൾക്കാർ. അത് കേരള നിയമസഭയിൽ 2 വർഷം മുമ്പ് ശിവൻകുട്ടി പറഞ്ഞൊരു കണക്കുണ്ട്, 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ. ആ കണക്ക് വെച്ച് ഞാൻ പറഞ്ഞതാണ്. 3,65,000 ജനിച്ച കുട്ടികളിലെ 65,000 കുട്ടികളും മലപ്പുറം ജില്ലയിലായിരുന്നു എന്ന് പറയുമ്പോൾ 18-20% കുട്ടികളും ഒരൊറ്റ ജില്ലയിൽ നിന്ന് വരുന്ന വോട്ടർമാരാണ്. അതിനകത്തെ മഹാഭൂരിപക്ഷവും ഇസ്ലാമിക വിശ്വാസികളായിരിക്കും. അപ്പോൾ ഞാനും ഇപ്പം VSPയുടെ ആശയം പങ്കുവയ്ക്കുന്നു.
എത്രയും പെട്ടെന്ന് മലബാർ ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറട്ടെ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.